ഹരിതസേനാംഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ വീഡിയോ. പലർക്കും ഈ വീഡിയോയോട് പലപ്പോഴും യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എല്ലാ മാസവും അവർ വീടുകളിൽ വന്ന് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 50 രൂപ വെച്ച് അവർക്ക് കൊടുക്കണം. ചിലപ്പം 1/2 കിലോ പ്ലാസ്റ്റിക് പോലും കാണില്ല. അതൊരു വാക്കുതർക്കത്തിനൊക്കെ പലപ്പോഴും ഇടയാക്കുന്ന ഒരു സംഗതിയാണ്. ഇതാണ് ഒരു കാരണം. എന്നാൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഏതാനും വർഷം മുമ്പ് കേരളത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്കിൽ മാത്രമേ ഹരിത സേനാംഗങ്ങളുടെ ആ പ്രവർത്തനത്തിൻ്റെ ഫലം നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ. കേരളത്തിൽ മൊത്തം 37,134 ഹരിതസേനാംഗങ്ങളാണ് ഉള്ളത്. 37,134 ഹരിതസേനാംഗങ്ങളുണ്ട്. 98.5% വീടുകളിൽ നിന്നും അവർ മാലിന്യങ്ങൾ അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 17,032 ബോട്ടിൽ സംഭരണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രധാന ജംഗ്ഷനുകളിലൊക്കെ ഈ വെള്ളക്കുപ്പികൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇടാനായിട്ട് ഉള്ള കമ്പി കൊണ്ടുള്ള ഒരു വലിയ ബോട്ടിൽ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇന്ന് നമ്മൾ കാണാം. ഞാൻ വിഷയത്തിലേക്ക് വരാം. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, നമ്മുടെ റോഡ് സൈഡിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് അറപ്പായിരുന്നു. വീടുകളിലുണ്ടായിരിക്കുന്ന അടുക്കള മാലിന്യങ്ങളും മറ്റ് മോശമായ വസ്തുക്കളും ഒക്കെ പ്ലാസ്റ്റിക് കവറിനകത്ത് കൊണ്ടുവന്ന് ബൈക്കിലും കാറിലും മറ്റ് വണ്ടികളിലൊക്കെ റോഡ് സൈഡിലൊക്കെ എറിഞ്ഞിട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലേക്ക് ആളുകൾ ട്രെയിൻ വന്ന് വരുമ്പം കേരളത്തിൽ വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നു എന്ന് പറയുന്നത്, ഞാൻ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്, കൊച്ചിയിൽ വന്നു എന്ന് പറയുന്നത് കൊച്ചിയിലെ സ്മെല്ല് കാരണമായിരുന്നു. അത്ര നമുക്ക് തന്നെ അറപ്പുളവാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൻ്റെ റോഡുകളിലും പ്രധാന നഗരങ്ങളിലും എല്ലാം. നിങ്ങളെല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാവും, നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ പോലും അറപ്പായിരുന്നു ഒരു കാലത്ത്. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികൾ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞിച്ച് പോകുന്ന വലിയ മാന്യന്മാർ. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്നല്ല, അതാണ് പറഞ്ഞ് 98.5% വീടുകളിലാണ് ഇപ്പോഴും ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. ഏതായാലും കേരളത്തിലെ 90% സ്ഥലങ്ങളും ഇപ്പോൾ വൃത്തിയുള്ളതാണ്. നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നോ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത് ഈ ഹരിതകർമ്മസേനയ്ക്ക് ഏൽപ്പിക്കാത്ത ആളുകളുടെ പണിയാണ്. അവർ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതാണ്. ഇനി ഇവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ട് വിലയിരുത്തി നോക്കാം. 2 തരം പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മസേനയ്ക്ക് ഉള്ളത്. ഒന്ന് കോർപ്പറേഷൻ ഏരിയകളിലും മറ്റൊന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏരിയകളിലും. ഈ കോർപ്പറേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം നഗരങ്ങളാണെന്ന് നമുക്കറിയാം. ഇവിടെയൊക്കെയുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾ എല്ലാ ദിവസവും ഓരോ വീടുകളിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ തിന്ന പാത്രത്തിലെ അവശേഷിക്കുന്ന ഭക്ഷണം ഒരു 10 മിനിറ്റ് കഴിയുമ്പം അത് നമുക്ക് അറപ്പായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും കഴിച്ചതിൻ്റെ ബാലൻസ് വരുന്നതും എല്ലാം ഭക്ഷണാവശിഷ്ടം ഒരു ബക്കറ്റിനകത്താക്കി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വയ്ക്കുക ചെയ്യുന്നത്. കോർപ്പറേഷൻ ഏരിയകളിൽ വെളുപ്പിനെ 4 മണി മുതൽ ഒരു 9 മണി വരെ ഈ ഹരിതകർമ്മസേനാംഗങ്ങളിലെ ആളുകൾ എല്ലാ ദിവസവും വന്ന് നമ്മൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയും നമ്മുടെ അടുക്കളയിലെ വേസ്റ്റും എല്ലാം അവർ വേറൊരു ബക്കറ്റിലേക്ക് കുടഞ്ഞിട്ടിട്ട് അത് പല വീടുകളിൽ നിന്ന് എടുത്ത് ഉന്തുവണ്ടിയിൽ കയറ്റി
ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ കോർപ്പറേഷൻ്റെ വക ഓട്ടോറിക്ഷയിലോ എല്ലാം കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അത് ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം വേർതിരിച്ച് ഒരു ലോറിയിൽ, കോർപ്പറേഷൻ്റെ ലോറി വരുമ്പോൾ ആ ലോറിയെ കയറ്റി വിടുന്ന കാഴ്ച വളരെ ദയനീയമായ ഒരു സംഗതിയാണ്. കാരണം ഞാൻ എറണാകുളത്ത് എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് എനിക്കറിയാം, ഭൂരിപക്ഷം ഈ ഹരിതകർമ്മസേനാംഗങ്ങളും സ്ത്രീകളാണ്. പുരുഷന്മാരുണ്ട്, പക്ഷെ കുറവാണ്, സ്ത്രീകളാണ് കൂടുതൽ. 4 മണിക്കൊക്കെ ഇവർ വീടുകളിൽ പോയി വേസ്റ്റ് എടുക്കണമെങ്കിൽ അവരെത്ര മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളൊക്കെ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് ആണ്. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആയിരിക്കും 2-3 പേര് കൂടി പോയി അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ മക്കളോ ഭർത്താവോ ആരെങ്കിലും ബൈക്കിലോ അല്ലെങ്കിൽ കൊണ്ടുവിടുകയായിരിക്കും ചെയ്യുന്നത്. അവർ ഈ വേസ്റ്റ്, നമുക്കറിയാം, നമ്മുടെ വരയ്ക്കാത്ത വേസ്റ്റ് തന്നെ നമുക്ക് അറപ്പുണ്ടാകുന്നെങ്കിൽ മറ്റൊരാളുടെ വീട്ടിലെ വേസ്റ്റ് അവർ എടുത്തുകൊണ്ട് പോയി വണ്ടിയിൽ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ആ വണ്ടിയുടെ പുറകെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മൂക്ക് പൊത്തിക്കൊണ്ടാണ് പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ, നമ്മൾ മൂക്ക് പൊത്തിക്കൊണ്ടാണ്. സങ്കടം തോന്നും. ഒരു 3 വീലുള്ള വണ്ടിയിലോ അല്ല 4 വീലുള്ള വണ്ടിയിലോ ഇവർ തള്ളിക്കൊണ്ട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാണ് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ പലരും ഓർക്കണം, ഇവരിൽ വളരെയധികം ആളുകൾ വിദ്യാഭ്യാസമുള്ളവരാണ്. ഡിഗ്രി ഉള്ള പല ആളുകളും ഈ ഹരിതകർമ്മസേനാംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. +2 പാസ്സായ പലരും ഉണ്ട്, 10ാം ക്ലാസ് പാസ്സായവർ പലരും ഉണ്ട്. ഇവർ ചിലർ പറയും അധ്യാപന ജോലി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. ചിലർക്ക് വൈദ്യശാസ്ത്ര രംഗത്തോട് താല്പര്യം വന്നതാണ്, ഞാൻ MBBS പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹരിതകർമ്മസേനാംഗമാകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് അല്ല ഇവരാരും പോയത്. ഇവർക്കൊരു മറ്റൊരു ജോലി കിട്ടാത്തത് കൊണ്ടാണ് ഇവർ പോകുന്നത്. ഓരോ വീടിൻ്റെ വാതിക്കൽ വന്ന് അവരുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ എടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി ഓട്ടോറിക്ഷയിലോ ചെറിയ ഏസ് പോലുള്ള വണ്ടിയിലോ കൊണ്ടുപോയി ഒരു പൊതുകേന്ദ്രത്തിലെത്തിക്കുന്നു. അവിടെ നിന്ന് തരംതിരിക്കുന്നു. എന്നിട്ട് വലിയ ലോറി വരുമ്പം അതേൽ കയറ്റി വിട്ടിട്ടാണ് പോകുന്നത്. പലപ്പോഴും ഈ വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങുന്ന പണി ഉച്ചയ്ക്ക് 2 മണി ഒക്കെ ആകും പലരുടെയും ജോലി തീരുമ്പോൾ എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഈ സമയത്തിനിടയ്ക്ക് അവർക്കൊരു ഭക്ഷണം കഴിക്കാൻ പോലും അറിയില്ല. നമുക്കറിയാം, അവരുടെ അരികെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മണമുണ്ട്, അവർക്കും ആ മണമുണ്ട്. അപ്പോൾ അവരത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഹരിതകർമ്മസേനാംഗങ്ങൾ നഗരം കോർപ്പറേഷനുകളിലെ പ്രവർത്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അവരങ്ങനെ അത് ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മാന്യമായിട്ട് റോഡ് വഴി നടക്കാവുന്നതും ഈ വേസ്റ്റ് ഇല്ലാതെ നടക്കാവുന്നതും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, അവർ ചെയ്യുന്ന, പ്രത്യേകിച്ച് നഗരങ്ങളിലുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾ ചെയ്യുന്ന ആ ത്യാഗമനോഭാവത്തെ നമ്മൾ ഒരിക്കലും പുച്ഛിച്ച് കാണരുത് എന്നുള്ളതാണ്. ഇനി കോർപ്പറേഷൻ്റെ ജീവനക്കാരുണ്ട്, അവരിപ്പോൾ കൂടുതലും റോഡ് വൃത്തിയാക്കുകയും അങ്ങനെയുള്ള സംഗതികളാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഹരിതകർമ്മസേന വിഭാഗമാണ് മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും ഉള്ളത്. സാധാരണ ഒരു വാർഡിൽ 2 ആളുകൾ വെച്ചാണ് ഈ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവർ മാസത്തിൽ 1 ദിവസമാണ് വരുന്നത്. അവർ 50 രൂപ വെച്ച് ആണ് കൊടുക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 50 രൂപ ഇവരല്ല തീരുമാനിച്ചത്, ആണോ? പകരം ഇത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളോട് നമ്മൾ ഈ 50 രൂപയ്ക്കൊക്കെ തർക്കിക്കാൻ പോകരുത്. കാരണം ഈ എല്ലാ വീടുകളിലെയും ഒരു വാർഡിൽ ഇത്ര വീടുണ്ടെങ്കിൽ അത്രയും വീട്ടിലെ ഇത് മേടിക്കണമെന്ന് അവർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ സ്ഥലത്തിന് കരം കൂട്ടി, സർക്കാർ കൂട്ടി, വില്ലേജ് ഓഫീസറോട് നിന്ന് നിങ്ങൾ തർക്കിക്കുമോ? ഞങ്ങളങ്ങനെ തരത്തില്ലെന്ന് പറഞ്ഞാൽ അത് കൊടുത്തേ പറ്റുള്ളൂ. ബസ്സിൽ പൈസ കൂട്ടി കണ്ടക്ടറോട് തർക്കിക്കുമോ? ഇല്ല. നമ്മൾ ഏതൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നിന് വില കൂട്ടി നമ്മൾ തർക്കിക്കുമോ? ഇല്ല. പകരം ഈ ഹരിതകർമ്മസേനാംഗങ്ങളോട് സർക്കാർ പരസ്യപ്പെടുത്തിയിരിക്കുന്ന 50 രൂപയാണ് അവർ ചോദിക്കുന്നത്. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് ഇല്ലല്ലോ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾ പാല് പോലും മേടിക്കാറില്ല. പക്ഷേ വളരെ അപൂർവമായിട്ട് വന്ന് മാക്സിമം ഒരു 1/2 കിലോ പ്ലാസ്റ്റിക് പോലും ഒരു മാസം ഉണ്ടാകാറില്ല. പക്ഷേ ഇതൊരു സർക്കാർ നിയമമാണ്. ഇത് ഈ പൈസ കൊണ്ടാണ്, അല്ല ഖജനാവിലെ പൈസ കൊണ്ടല്ല ഇവരുടെ ശമ്പളം കൊടുക്കുന്നത്. ഈ പൈസ കൊണ്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇവരിത് എടുത്ത് പല ഭാഗങ്ങളായിട്ട് തിരിച്ചാണ്ട് എൻ്റെ അറിവിൽ 28 ഭാഗങ്ങളായിട്ട് തിരിക്കണം. ഈ പ്ലാസ്റ്റിക്, ബിസ്ക്കറ്റിൻ്റെ കവറൊന്ന്, മീനിൻ്റെ കവറൊന്ന്, മറ്റ് ഷിമ്മിക്കൂടൊന്ന്, അങ്ങനെ പലതരം, പിന്നെ മരുന്നിൻ്റെ ഇത്, അങ്ങനെ 24-28 തരങ്ങളായിട്ട് ഇവർ തിരിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് കയറ്റി അയക്കാൻ പറ്റുകയുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ അഭിമാനമുള്ളൊരു ജോലിയായിട്ടൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ആളുകളാണ് ഈ ഹരിതകർമ്മസേനാംഗങ്ങൾ. അവർ നമ്മളുടെ വീട്ടിൽ വരുമ്പം നമ്മൾ എത്ര പേര് കയറ്റിയിരുത്തി ചായ കൊടുക്കുന്നുണ്ട്? ഇല്ലല്ലോ. അതേസമയം ഇവിടെ പിരിവിന് മാറ്റുള്ള ആളുകൾ വരുമ്പം 50 വേണം 100 വേണമെന്ന് പറയുമ്പം നമ്മളത് എടുത്ത് കൊടുക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ ഇവർ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ആണ്. അല്ലെങ്കിൽ ഈ വഴി നീളെ പ്ലാസ്റ്റിക് നേരത്തെ നാറിയിട്ട് നടക്കത്തില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അതങ്ങനെ വരാതിരിക്കാൻ ഹരിതകർമ്മസേന ചെയ്യുന്ന മഹത്തായ വേലയെ നമ്മൾ ഒരിക്കലും നിരസിക്കരുത്. ഇനി നമുക്കറിയാൻ മേലാത്ത കുറേ കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പല ഹരിതകർമ്മസേനാംഗങ്ങളുമായിട്ട് സംസാരിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കിയ ചില സംഗതികളാണ് ഇവിടെ പറയുന്നത്. ഒരു സംഗതി, കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു, അവർക്ക് പ്ലാസ്റ്റിക് കഴുകി തേച്ച് കൊടുക്കണമെന്ന്. പ്ലാസ്റ്റിക് കഴുകി തേച്ച് കൊടുക്കണ്ട, പ്ലാസ്റ്റിക് കഴുകി കൊടുക്കണം എന്നുള്ള. കാരണം 30 ദിവസം കൂടുമ്പോഴാണ് ഇവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. ഇവർ വന്നേ പോയതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇറച്ചി മേടിച്ചു, അല്ലെ മീൻ മേടിച്ചു, ആ കവർ അങ്ങോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, അത് അതിൻ്റെ കൂടെ ബാക്കി കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ 30 ദിവസത്തിനൊക്കെ ഇതിനകത്ത് പുഴുവുണ്ടാകും. ഇവർ കൊണ്ടുപോകുന്ന മറ്റ് പ്ലാസ്റ്റിക്കിനകത്തും പുഴുവുണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ മീൻ മേടിച്ചു അല്ലെങ്കിൽ ഇറച്ചി മേടിച്ചു, ആ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് ഒന്ന് കഴുകിയത് വെയിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലെ വെള്ളം വലിയില്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് പ്രയോജനപ്രദമാകും എന്നുള്ള ഒരു സംഗതിയാണ്. മറ്റൊരു സംഗതിയാണ് സാധാരണ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സംഗതി. അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇൻസുലിൻ എടുക്കുന്ന പ്രായമുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ ഓർമ്മക്കുറവായിരിക്കാം. പലപ്പോഴും ഇൻസുലിൻ എടുത്ത സിറിഞ്ച് ഇവർ ഈ കവറിനകത്തേക്ക് ഇടും. ഇത് കവറിനകത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ പറയും ഹരിതകർമ്മസേനാംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ അവർ കുടഞ്ഞിട്ട് പെറുക്കിയല്ലേ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് സിറിഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അത് ഇൻസുലിൻ്റെ സിറിഞ്ചൊക്കെ ചെറുതാണ്, അവരറിയത്തില്ല. ഇത് അവർ പൊതുസ്ഥലത്ത് കൊണ്ട് ഇവർ ഒരു ഗോഡൗൺ പോലെ അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത സ്ഥലത്ത് പോയി ഇത് വേർതിരിച്ചെടുക്കുന്ന സമയത്തായിരിക്കും ഈ സൂചി ഇവരുടെ കയ്യിൽ കൊള്ളുന്നത്. ഈ സൂചി കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ ഏകദേശം 6 മാസം ഇവർ സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ്. എയ്ഡ്സ് രോഗിയുടെയാണോ എന്ത് രോഗിയുടെയാണോ ഇതൊന്നും നമുക്കറിയില്ല, അവർക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കഷ്ടം പിടിച്ച ഒരു വേലയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ ഖജനാവിൽ നിന്ന് 10 രൂപ പോലും കൊടുക്കുന്നില്ല. പകരം അവരുടെ ശമ്പളം എന്ന് പറയുന്നത് ഈ ആളുകൾ കൊടുക്കുന്ന പൈസയാണ് എന്നുള്ളത് ഒരു സംഗതിയാണ്. മറ്റൊരു സംഗതി, ഹൈറേഞ്ച് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ നാട്ടിൻപുറത്തുമുണ്ട്. എല്ലാ വീടിൻ്റെയും ഭാഗത്തുനിന്നും വണ്ടിയില്ല. നമുക്കറിയാം ചെറിയ നടന്നു പോകാനുള്ള വഴികളുള്ള വീടുകൾ ധാരാളം കേരളത്തിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ആ വീടുകളിൽ പോയി ഇവർ ഹരിതകർമ്മസേനാംഗങ്ങൾ ഈ പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കൂടാതെ ചെരുപ്പ് എടുക്കുന്നുണ്ട്, പഴയ തുണി എടുക്കുന്നുണ്ട്, ചില്ലെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അവർ പറയുന്നത് ചില സമയങ്ങളിൽ ചെരുപ്പ് ഓരോ വീട്ടിലെയും ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്ന് താഴെ റോട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമോ? 2-3 വീട്ടിൽ ചെരുപ്പെടുത്ത് കഴിയുമ്പോൾ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡിഗ്രി വരെ പാസ്സായ ആളുകൾ വല്ലവരുടെയും ചെരുപ്പ് ചുമന്ന് താഴെ കൊണ്ടുവന്ന് വരികയാണ്. ചില വീടുകളിൽ ഈ പഴയ തുണി വർഷത്തിൽ 1-2 പ്രാവശ്യമായിട്ട് ഹരിതകർമ്മസേന എടുക്കാറുണ്ട്. അത് ചാക്കിനകത്ത് കെട്ടി വെച്ചേക്കുമെന്നാണ് പറഞ്ഞത്. ചാക്കിനകത്ത് കെട്ടി പഴയ തുണി വെക്കും. ഇപ്പം
റോഡ് മുകൾ വശത്താണ്, റോഡിലാണ് ഇവരുടെ തള്ളുന്ന വണ്ടി കിടക്കുന്നെങ്കിൽ ഇവർ താഴെ പോയി ഈ തുണി ചുമന്ന്, ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് കരഞ്ഞുകൊണ്ടാണ് ഈ തുണി എടുത്തുകൊണ്ട് വന്ന് മേളിൽ വെക്കുന്നത്. ചിലപ്പം അവിടെ 10 വീടുണ്ടാകും, അല്ലെ 15 വീടുണ്ടാകും. എത്ര പ്രാവശ്യം അവർ താഴെ ഇറങ്ങിപ്പോയാൽ മാത്രമേ ഈ 15 വീട്ടിലെ തുണി, അല്ലെ 15 വീട്ടിലെ ചെരുപ്പ്, പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് അധികം ഇല്ല, 1-2 ട്രിപ്പ് കൊണ്ട് അത് മേളിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ തുണികൾ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് നിറഞ്ഞ സംഗതി. അതൊന്നും നമ്മളാരും സാധാരണ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലായിട്ട് തരംതിരിച്ച് 24-28 ഇനമായിട്ട് തരംതിരിച്ചാണ് കൊണ്ടുവന്നത്. മറ്റൊരു അപകടം പിടിച്ച ഒരു വേലയാണ് ഈ ചില്ല്. ഇപ്പം ചില്ല് ഒരു വലിയ പ്രശ്നമാണ്. ചില്ല് ശേഖരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഇവരുടെ കയ്യിലൊക്കെ ഇത് കുത്തിക്കയറും. ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മുനിസിപ്പാലിറ്റികളും പല പഞ്ചായത്തുകളും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഗ്ലൗസുകൾ, കമ്പൂട്ട്, പിന്നെ തലയിൽ വയ്ക്കുന്ന ചെറിയ അംബ്രല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ ചില പഞ്ചായത്തുകളിൽ ഫണ്ടിൻ്റെ അഭാവമാണോ ഭരണസമിതിയുടെ പ്രശ്നമാണോ എന്നറിയില്ല, ചില ആളുകൾക്ക് അതിന് കിട്ടാറില്ല എന്നാണ് ഇവർക്ക് ക്ലാസ് എടുക്കാൻ പോയ ചില ആളുകൾ പറയുന്നത്. അവർ ഇങ്ങനെ പരാതി പറയുമെന്ന് പറയും. ചില വീടുകളിൽ വേറൊരു പ്രശ്നമുണ്ട്. പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഈ വീട്ടുകാരന് പിണക്കമായിരിക്കും. എനിക്ക് വീട് വെക്കാൻ പൈസ തന്നില്ല, പശുവിന് മേടിക്കാൻ പൈസ തന്നില്ല, കക്കൂസ് പണിയാൻ പൈസ തന്നില്ല, അതുകൊണ്ട് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബഹളം വെക്കും. ഇത് ഹരിതകർമ്മസേനാംഗങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കക്കൂസ് പണിയാൻ വീട് തന്നില്ലെങ്കിൽ അയാൾ അതിൻ്റെ നിയമപരമായിട്ട് വശങ്ങൾക്കാണ് പോകേണ്ട. പകരം അയാൾ ഈ പ്ലാസ്റ്റിക്കും കൊടുക്കില്ല, ഇവൻ നാളെ ബൈക്കിൽ ഈ സാധനം കെട്ടിക്കൊണ്ടുവന്ന് റോട്ടിൽ എറിഞ്ഞിട്ട് പോവുകയും ചെയ്യും. ഇന്ന് പല മുനിസിപ്പാലിറ്റികളിലും ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന ഏലൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെ വളരെ ഭംഗിയാണ്. ഒരു റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വെളുപ്പിന് 5 മണിക്ക് ഒരു വഴിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പോയപ്പോൾ ഈ 5 മണിക്ക് വണ്ടിയിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ ചെടി നനയ്ക്കുന്നത് ഞാൻ കണ്ടു. വെളുപ്പിന് 5 മണിക്ക് ചെടി നനയ്ക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത്രയും ശുഷ്കാന്തിയോടുകൂടിയാണ് അവരതങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ റോഡിൻ്റെ പരിസരവും നമ്മുടെ പ്രദേശങ്ങളൊക്കെ നല്ല ഭംഗിയായിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ഇടപെടുന്നതൊന്നും അല്ല ഞാനീ പറഞ്ഞു വരുന്നത്. മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ടാകും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം അതെല്ലാ മേഖലയും ഇല്ലേ. മോശമായിട്ട് സംസാരിക്കുന്ന അധ്യാപകരില്ലേ, പോലീസ് ഉദ്യോഗസ്ഥരില്ലേ, രാഷ്ട്രീയക്കാരില്ലേ, ഇനി നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇല്ലേ, പിന്നെ മത നേതാക്കന്മാരില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചില ആളുകൾ നമ്മളോട് മോശമായിട്ട് ഇടപെടും. അത് അവരുടെ തൊഴിലിൻ്റെ അവരുടെ സാഹചര്യത്തിൻ്റെ ആണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം വളരെ മികച്ചതാണ് എൻ്റെ വീക്ഷണത്തിൽ. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് വിമുക്തമായി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കും, എന്നാൽ പിന്നെ സർക്കാരിന് പ്ലാസ്റ്റിക് അങ്ങ് നിരോധിച്ചാൽ പോരെ? എല്ലാവരും ചോദിക്കും, പ്ലാസ്റ്റിക് നിരോധിച്ചാൽ പോരെ? ഇതൊന്നും പ്രായോഗികമാകുന്ന കാര്യങ്ങളല്ല. ഇന്ന് പ്ലാസ്റ്റിക് കേന്ദ്രീകൃതമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇവരാരും ഹരിതകർമ്മസേന എന്ന് തീരുമാനിച്ചാൽ തീരുന്നൊന്നുമല്ല പ്ലാസ്റ്റിക്. അതൊക്കെ രാഷ്ട്രീയമായിട്ടൊക്കെ അതിനകത്ത് വളരെയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ വലിയ വലിയ കമ്പനികളും വലിയ വലിയ പ്രസ്ഥാനങ്ങളുമാണ്. നമ്മളെ കൊണ്ടൊന്നും ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട് വൃത്തിയാക്കി കിടക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ അവരൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ 50 രൂപ ഒരു മാസം അതങ്ങ് കൊടുക്കുക. അവരോട് സ്നേഹത്തിൽ സംസാരിക്കുക. അവർ നാളെ നമ്മളെ വഴിവെച്ച് കണ്ടാലും ഒന്ന് ചിരിക്കാവുന്ന രീതിയിൽ ഒരു സന്തോഷത്തോടെ പോകാൻ അവരെ അനുവദിക്കുക. നമ്മൾ ചിന്തിക്കുക, 4 മണിക്ക് കോർപ്പറേഷൻ ഏരിയയിൽ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ എടുക്കാൻ വരുന്ന ഒരു വീട്ടമ്മ, അവർക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ടാകും. ഈ മക്കൾക്ക് 10 മണിക്ക് മുമ്പ് 9 മണിക്ക് സ്കൂളിൽ പോകാൻ ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ അത്രയും ത്യാഗങ്ങൾ സഹിച്ചാണ് ഇവർ ഓരോരുത്തരും വരുന്നത്. അപ്പോൾ തന്നെ അവർക്ക് ബസ്സിൽ അവർ കയറാറില്ല. കാരണം അവരുടെ ശരീരത്തിൽ മുഴുവൻ ഈ ഭക്ഷണത്തിൻ്റെ
സ്മെല്ലായിരിക്കും. അവരൊരു ഓട്ടോറിക്ഷ വിളിച്ചാണ് പലപ്പോഴും ഇവർ സഞ്ചരിക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്ക് കാശ് കൊടുത്ത് വേണ്ടേ അവർ സഞ്ചരിക്കാൻ. പക്ഷേ എന്നിട്ടും അവർ ജീവിക്കുന്നത് അവർ മയക്കുമരുന്ന് കച്ചവടത്തിനോ കള്ളക്കടത്തിനോ അല്ലെങ്കിൽ തട്ടിപ്പിന് പോകാതെ അധ്വാനിച്ച് കുടുംബം വളർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്തെല്ലാം കുറവുകൾ എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാലും ശരി, ഈ 37,134 ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഈ കോർപ്പറേഷനിലെ മറ്റ് സ്ഥിര ജീവനക്കാരും പിന്നെ ഇവരുടെ മുകളിൽ ഇവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുണ്ട്. അവരും നേതൃത്വവും എല്ലാം കൂടെയുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് കേരളം ഇന്ന് ഇത്രയും വൃത്തിയായിരിക്കുന്നത്. പക്ഷേ എന്നാൽ 100% വൃത്തിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 98.5% ആളുകൾ മാത്രമേ ഇപ്പോഴും ഇത് കൊടുക്കുന്നുള്ളൂ. അല്ലാത്ത ആളുകൾ പിന്നെ ചില കാറ്ററിംഗുകാർ, ഹോട്ടലുകളൊക്കെ മിക്കവാറും പോർക്കിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹോട്ടൽ വേസ്റ്റ് കൊടുത്തു വിടുക ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ചില വീടുകളിലെ ചില ഫംഗ്ഷനുകളൊക്കെ വരും, കയറി താമസമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വിവാഹ വാർഷികമോ കുട്ടികളുടെ എന്തെങ്കിലും മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഭക്ഷണം ഉണ്ടാകും. ഈ ഭക്ഷണമൊക്കെ പലപ്പോഴും ഇവരും ഇപ്പോഴും റോഡ് സൈഡിൽ കൊണ്ട് തള്ളുന്ന, എല്ലാവരും അല്ല, പലരും അങ്ങനെ തള്ളുന്നുണ്ട്. അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ ഒഴിച്ച് സാധാരണ രീതിയിൽ വീടുകളിലുണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഹരിതകർമ്മസേന കോർപ്പറേഷൻ ഏരിയയിൽ കൊണ്ടുപോകുന്നു. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ, പഞ്ചായത്തുകൾ വലിയ പ്രശ്നമല്ല, കാരണം മിക്ക ആളുകൾക്ക് സ്ഥലം ഉള്ളതുകൊണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയകളിലൊക്കെ അതിനുള്ള ബക്കറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വളമാക്കി മാറ്റാനുള്ളൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ പ്ലാസ്റ്റിക് ഇത്രയും 90% പ്ലാസ്റ്റിക് വിമുക്തമാകാൻ കാരണം ഹരിതകർമ്മ സേനയാണെന്ന് പറയാൻ കഴിയും. പിന്നെ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കിടക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയാം. അത് ഈ ടൂറ് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ ടൂറ് പോകുന്ന ആളുകൾ എല്ലാവരുടെയും കുപ്പിയും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റും ഒക്കെ ഉണ്ടാകും. അവർ തിന്നിട്ട് അവർ റോഡ് സൈഡിൽ ഇട്ടിട്ട് പോകും. അത് ഹരിതകർമ്മസേനാംഗങ്ങളുടെ അല്ല, അത് നമ്മളെപ്പോലെ ടൂറ് പോകുന്ന ആളുകൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഏതായാലും ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാരണം ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനം കേരളത്തിന് വളരെ നല്ല മാതൃകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ചിലവല്ല ഇത്. അവർ പൊതുജനങ്ങൾ കൊടുക്കുന്ന ഫണ്ടാണ്. അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നു. അവർ ജീവിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ്. നല്ല ഭൂരിപക്ഷം ആളുകളും വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ മാന്യമായിട്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണ്. നമുക്കൊരു സങ്കടം തോന്നുന്നത് 1/2 കിലോ പ്ലാസ്റ്റിക് അല്ലെ പ്ലാസ്റ്റിക് ഇല്ലാതെ ഞാൻ 50 രൂപ കൊടുക്കണമല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകരുത്. കാരണം അത് സർക്കാർ നിയമമാണ്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ. പെട്രോളിന് വില കൂടിയാൽ നമ്മൾ അവിടെ പെട്രോൾ പമ്പിൽ പോയി തർക്കിക്കുന്നില്ല. പെട്രോൾ നമ്മൾ പൈസ കൂടുതൽ കൊടുത്ത് അടിക്കും ഇല്ലേ. നമ്മൾ പലചരക്ക് സാധനം അരിക്ക് വില കൂടിയാൽ നമ്മളവിടെ തർക്കിക്കുന്നില്ല, പൈസ കൊടുത്ത് അടിക്കും, മേടിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് സർക്കാരിൻ്റെ ഒരു നിയമമാണ്. അനുസരിച്ച് അവരോട് സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടൊരു പണിയാണെങ്കിലും അവർക്കൊരു മാനസികമായിട്ട് സന്തോഷം തോന്നാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹരിതകർമ്മസേന കേരളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഞാൻ ഈ വീഡിയോയെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു 8 മണി കഴിയുമ്പം ലൈവ് ഇടാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു സംഗതി ഹരിതകർമ്മസേനാംഗങ്ങളോടാണ്. നിങ്ങളുടെ ഈ ഒരു പ്രശ്നം സമൂഹത്തെ അറിയിക്കുക എന്നുള്ളതെന്ന് എനിക്ക് കുറേ നാളുകളായിട്ട് തോന്നുന്നതാണ്. അങ്ങനെ ആണ് ഞാൻ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു. ഇതിൻ്റെ ഒരു കണക്കൊക്കെ ഞാൻ എടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായ കണക്ക് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി, എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂട്യൂബ് തന്നെ ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾ വിലമതിക്കുന്നു. അതിന് നിങ്ങളോട് നന്ദിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ചാനൽ കാണുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും
മറ്റുള്ള ആളുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പരും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി.